അപ്പൊ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയില് പുതിയൊരു ഗസ്റ്റ് ഉണ്ട്. ഇതാണ് ബിയോൺ ബേബി. നമ്മൾ ഇന്ന് ബിയോൺ ബേബിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് ബിയോൺ ബേബിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ബിയോന് ഹായൊന്നുമില്ല. കൊണ്ടുപോവാ ഹായ് പറ ബിയോ. ബിയോ ഹായ്. ഹലോ. അപ്പൊ ദേ ഗായ്സ്, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഇവിടത്തെ നമ്മുടെ ഡേ 1 ആരംഭിക്കുകയാണ്. കണ്ടോ, എന്റെ വീഡിയോ കണ്ട് ആസ്വദിക്കുന്ന എന്റെ ഫാൻ ബോയ് ആണ്. അപ്പൊ ഞങ്ങള് വെല്ലിംഗ്ടൺ വന്നിരിക്കുകയാണ് ഓക്ലാൻഡിൽ നിന്ന്. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഒബ്വിയസ്ലി. ബട്ട് നമ്മളിത് ഇന്ന് വെല്ലിംഗ്ടണിൽ കറങ്ങാൻ പോവാണ്. സോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. നമ്മൾ എവിടെ പോണേ ബിയോ? എവിടെ ബിയോ പോണേ നമ്മളിന്ന്? ടാറ്റു പോവാണോ ബിയോ? നീരുവാൻഡിയുടെ കൂടെ ടാറ്റു വരികയാണോ നീരുവാൻഡി? ബിരിയാണിയുടെ കൂടെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് വെല്ലിംഗ്ടണിലുള്ള നമ്മൾ ഇന്ന് വെല്ലിംഗ്ടണിലുള്ള ഒരു പാർക്കിൽ പോവാണ്. പിന്നെ ലാവൻഡർ ഫാം കാണാൻ പോവാണ് അല്ലേ? നമ്മളിന്ന് എവിടേക്കാ പോണേ ബിയോ? കൊറേ സ്ഥലത്ത് പോകുന്നുണ്ട്. ഫുൾ സെറ്റ് യെസ്. നമ്മൾ എവിടെയാ പോണേ ക്യാൻ ചേട്ടാ? എവിടെയോ. ഓക്കെ, ഈ കൊള്ളാലോ. ക്ലിപ്പൊക്കെ വെച്ചിട്ട് ഭാര്യയുടെ ക്ലിപ്പൊക്കെ കൊണ്ട് എന്ത് റെന്റി സൂപ്പർ ആയിണ്ടല്ലോ, അടിപൊളി. അതെ, അതാണ് ആ സ്റ്റൈല്. ഒരെണ്ണം പോരോ, 2 ഗ്ലാസ് ഒക്കെ. അപ്പൊ ഇത് റെന്റി പറയും. നമ്മൾ എവിടെയാ പോണേ? നമ്മൾ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നുമില്ല. എവിടെ വണ്ടി പോവും അവിടെ ചെന്നിറങ്ങും. ഓക്കെ, വണ്ടി പോകണോടത്തോളം നമ്മൾ അങ്ങ് പോകും, അത്ര തന്നെ. യെസ്. ഇപ്പൊ ഇത് നമ്മുടെ പോട്ടറും ആയി കേറിയിരുന്നോ? ബിയ പോവാ നമുക്ക് ടാറ്റ പോവാ. കാറ് മാറിയപ്പോ അവൻ നോക്കുക കാറൊക്കെ. ഇതാ കാറ്. നിർബന്ധിപ്പിച്ച് എടുത്താണ്. ഗ്യാബി പറഞ്ഞ എടുക്കണോ പോവാം. നമ്മളപ്പതേ വണ്ടി എടുത്തേ. നമ്മള് ഫസ്റ്റ് റിയൽ ഫ്രൂട്ട് ഐസ്ക്രീം. യെസ്. അപ്പൊ റെന്റി പറഞ്ഞു ഇവിടെ അടിപൊളി റിയൽ ഫ്രൂട്ട് ഐസ്ക്രീം കിട്ടുന്നു അല്ലെ? നമ്മളത് കഴിക്കാൻ പോവാണ്. യെസ്. ഇത് ബാക്കിൽ നമ്മുടെ പോട്ടറും ഉണ്ട്, ബേബിയും ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ റെന്റി ഉണ്ട്, ഇവിടെ ആന്റി ചേച്ചി ഉണ്ട്, ഇവിടെ ഗ്യാനി ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ. അപ്പൊ നമ്മൾ റിയൽ ഫ്രൂട്ട് ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എവിടെയാ ഇപ്പൊ ഉള്ളത്? നമ്മള് വെല്ലിംഗ്ടണില് കാർട്ടട്ടണില് ഈ പറഞ്ഞ സ്ഥലത്താണ്. വെല്ലിംഗ്ടൺ എന്ന് പറയുന്നത് ഓക്ലാൻഡിൽ നിന്ന് ഒരു 7 hours 8 hours ഡ്രൈവ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ എത്തി. നമ്മൾ ഈസ്റ്റർ പ്രമാണിച്ച് വണ്ടി മൂവ് ചെയ്തപ്പോ അവൻ കരച്ചിൽ തുടങ്ങിയല്ലോ. അപ്പൊ ഈസ്റ്റർ പ്രമാണിച്ച് വന്നതാണ്. അപ്പൊ ഇന്ന് ഈസ്റ്ററിന്റെ തലേ ദിവസം സാറ്റർഡേ നമ്മളപ്പോ ഒന്ന് ചുമ്മാ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കറങ്ങാമെന്ന് ഓർത്തു. അപ്പൊ ഇവിടുത്തെ ഇതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഞാനുണ്ട് ഞങ്ങളുടെ പുതിയ കണ്ണട. ഇതാരായി മദമ്മ? ഓ മൈ ഗോഡ്. അപ്പൊ ഞങ്ങളിത് നമ്മുടെ
റിയൽ ഫ്രൂട്ട് ഐസ്ക്രീം കഴിക്കാൻ വന്നിക്കുകയാണ് അല്ലേ? റിയൽ ഫ്രൂട്ട് ഐസ്ക്രീം, നമുക്ക് റിയൽ ഫ്രൂട്ട് ഐസ്ക്രീം കഴിക്കണ്ടേ? നീ കഴിക്കുവോ? ബി കഴിക്കുവോ റിയൽ ഫ്രൂട്ട് ഐസ്ക്രീം? പിന്നെ ഒരു കട ലിറ്റിൽ ആഫ്രിക്ക എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലേവേഴ്സ്. സ്ട്രോബെറി, ബ്ലൂബെറി, ഇതൊക്കെ റിയൽ ഫ്രൂട്ട് ആണ്. ഇതാണ് സ്ലഷി ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇങ്ങനെ ഐസ് പോലത്തെ ഒരു സാധനം. തിരിച്ചു വരാൻ നമ്മളുടെ കൂടെ ഉണ്ടോ ഇവര്? ആണോ? നൈസ്. അപ്പൊ ഇതാണ് എന്റെ ഐസ്ക്രീം, ബ്ലൂബെറി ആൻഡ് സ്ട്രോബെറി മിക്സ്. കൊള്ളാം, നോക്കാം എങ്ങനെയുണ്ട്. കഴിച്ചിട്ട് കാണാൻ നല്ല രസമുണ്ട്. കൊള്ളാം, സൂപ്പർ. മാംഗോ ആൻഡ് സ്ട്രോബെറി. ഇത് മാംഗോ സ്ട്രോബെറി അല്ലേ? ബോയ്സ് ആൻഡ് ബെറി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ. മാംഗോ അറിയണില്ല. കുറവാണ്. ഗുഡ്. ഗ്രേറ്റ്. ഇതിനെ തന്നെ നോക്കണ താടിയാണ് നോക്കണം. കൊടുക്കണോ? തെറ്റി ലാസ്റ്റ് കറക്റ്റ് ആരാത്? ആരാ തകർക്കാൻ പോണ? ഹായ്, നല്ല രസം. ഞങ്ങളിത് നമ്മളിപ്പോ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. ഇതെവിടെ? സ്ഥലം എവിടെയാ? ഇത് മാസ്റ്റർടൺ എലിസബത്ത് പാർക്ക്. ക്യൂൻ എലിസബത്ത് പാർക്ക്. അടിപൊളി പാർക്ക്, സൂപ്പർ, രക്ഷയില്ല. ഇത് നമ്മുടെ ഓട്ടമായിട്ട് ലീവ്സ് ഒക്കെ ഇത് ഇങ്ങനെ. എന്ത് രസാ കാണാൻ ബാക്കില്. കണ്ടോ ഇവിടുത്തെ പോണ്ടല്ലേ ഇത്? കൊറേ താറാവുണ്ട്, ഈലുണ്ട്. ഹായ്, നല്ല ഭംഗി കാണാൻ. ഞാൻ ചേട്ടാ ഒരു ഷാറുഖ് ഖാൻ പോസ് ഇടുന്നു. അന്ന് ചെയ്തത് നമ്മുടെ സ്വന്തം ഫോർട്ട് കൊച്ചി ഷാറുഖ് ഖാൻ ഫോർട്ട്. നല്ലൊരു സ്ഥലം. അയ്യോ, എന്ത് രസമല്ല താറാവുകളാ. അപ്പൊ ഈ ക്യൂൻ എലിസബത്ത് പാർക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ പോട്ടർ? എനിക്കും പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഇതൊരു ചിൽഡ്രൻസ് പാർക്കാ തോന്നുന്നു. കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ അടിപൊളി പോണ്ടും പിന്നെ കുറേ ഭയങ്കര കുട്ടി ഒരു ട്രെയിൻ കണ്ടു. നമ്മളിപ്പോൾ ആ ട്രെയിനിൽ കയറാൻ പറ്റുമോ നോക്കാൻ പോവാണ്. കാരണം ക്ലോസിങ് ടൈം ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. പിന്നെ എന്തോ ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ പാർക്ക് ഞാൻ കാണിച്ചു തരാം. അതാണ് നമ്മുടെ ട്രെയിൻ. ഈ ട്രെയിനിൽ നമ്മൾ കയറാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
ഇപ്പൊ കയറാൻ പറ്റും ഇങ്ങനെ. ഫുൾ ഒരു റെയിൽവേ സെറ്റപ്പിലാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇത് ഇതുപോലെ മിനിയേച്ചർ ട്രെയിൻ ആണെന്ന് മാത്രം. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. $1 ആണ് ഒരാൾക്ക്. കാരണം ഇത് ഓടിക്കുന്നത് വോളണ്ടിയേഴ്സ് ആണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ടിക്കറ്റ് റേറ്റ് ഒന്നും ഇല്ല. ജസ്റ്റ് ഈ ഒരു ടിക്കറ്റ് എടുക്കുക, നമ്മളിത് ഇങ്ങനെ പോവുക. തന്നെ താങ്ക് യു. നമ്മളങ്ങനെ ട്രെയിൻ കയറി. നമ്മളിപ്പോൾ ഇതേ അടിപൊളി ആ ട്രെയിൻ റൈഡൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടിക്ക് പോവാണ്. നല്ല രസമുണ്ടായിരുന്നു ഈ കുഞ്ഞ് ട്രെയിൻ. ഇങ്ങനെ എങ്ങനെയായിരുന്നു ഗാൻസെറ്റ് എക്സ്പീരിയൻസ്? ട്രെയിൻ നല്ല അടിപൊളിയായിരുന്നു. അടിപൊളി. റെന്നി പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറാനുള്ളതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ്. രണ്ടാമത്തെ വട്ടമാണ്. പക്ഷെ ഈ വർഷത്തെ ലൈക്ക് കമ്പനി നല്ല സൂപ്പർ അല്ലേ, എന്റെ കുഞ്ഞാവയ്ക്ക് ഇഷ്ടപ്പെട്ടോ? കുഞ്ഞാവ പേടിച്ചു എല്ലാരും കൂടി അലറിയപ്പോ. കുറച്ച് പേടിച്ചു. അപ്പൊ ഇനി നമുക്കിനി നമ്മുടെ ഡിയറൊക്കെ ഉണ്ടോ ഇവിടെ? നമ്മള് ഡിയറിനെ കാണാൻ പോവാണേ. നിങ്ങക്ക് ബ്ലാക്ക് സ്വാനെ കാണിച്ചു തരണോ? ബ്ലാക്ക് സ്വാൻ. വാവ്, അടിപൊളി. നല്ല രസമുണ്ട്. ആൾക്കാർ അതിന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഐസ്ക്രീമിന്റെ വണ്ടിയുണ്ട്. നമ്മളിനി മാനിനെ കാണാൻ നടക്കുകയാണ്. രക്ഷയില്ലാത്ത പാർക്ക്. ഭയങ്കര ഭംഗി. എവിടെ നോക്കിയാലും ഭംഗിയല്ലേ? ഒരു രക്ഷയില്ല കാണാൻ. എന്ത് ഭംഗിയിലാ കാണാൻ. എനിക്ക് തോന്നുന്നു കൂടുതൽ ഓട്ടം കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയും കൂടി ഉണ്ട്. ഇത് കണ്ടോ, എവിടേക്ക് വെച്ചാലും അടിപൊളി ഫ്രെയിംസ്. നല്ല രസം. അപ്പം നമ്മൾ ഈ ഡിയർ കാണാൻ പോവുകയാണ്. അപ്പം ഇത് ഈ ഒരു ബ്രിഡ്ജൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. മറ്റേ ഹാങ്ങിങ് ബ്രിഡ്ജ് ആയിട്ട് ആടിയിട്ടാ പോകുന്നത്. ഈശ്വര, എപ്പോഴാണ് സ്ഥലത്ത് നിർത്തുവാണ്. ഇതുണ്ട് ഇപ്പുറത്ത് റിവർ പോലെ എന്ത് സംഭവമുണ്ട്. ബട്ട്
അധികം വെള്ളമില്ല. തല ഇറങ്ങുന്ന എനിക്ക് ആടിയിട്ട് വേഗം പോലെ കൊള്ളാം. ഈശ്വരാ നടുക്കെത്തിപ്പോ. ഇനിയും കുറച്ചുകൂടെ പോണം. ഇതൊക്കെ തിരിച്ചു നടക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് ടെൻഷനാവുന്നേ. അയ്യോ എത്തി 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 എത്തി. അങ്ങ് അവരത് അതുവരെ എത്തിയില്ല. നടുക്ക് അത്ര ആട്ടില്ല, അറ്റങ്ങളിൽ കുറച്ച് ആട്ടമുണ്ട്. ഹായ് ദേ അടിപൊളി നല്ല മാനുകൾ. ഇതെന്ത് മാന? ഇതെന്ത് മാന? സാധാ മാൻ. നല്ല രസമുണ്ട്. നടന്നു പോയാലും മതി. കാറ് കഴുകണ്ട. പക്ഷെ കാറ് കഴുകാൻ വേണ്ടി ഞാൻ കാറ് കൊണ്ടുപോകണ്ടേ ജെമിനി? ആണ്, പക്ഷെ എന്നാലും 1 കിലോമീറ്റർ. ബോർഡർ കോളി വെള്ളം കഴിക്കാൻ പോയിക്കുന്നു. ഇല്ല, ഒന്നുമില്ല. ടിക്കറ്റ് കിട്ടും നമുക്ക്. ഹനുമാൻ ഗിയർ നോക്കിയാണ് മെറ്റീരിയൽ ഇടലും അവിടെ നിർത്തിയിട്ട് ഹനുമാൻ ഗിയർ നോക്കാൻ അമ്മേ. ഒരു ലാവൻഡർ ഫാം കാണാനാണ് നമ്മൾ ഈ മല കയറി പോണേ. ബിയർ ഇത് കൊള്ളാലോ. ഇതെന്താ സാധനം? ഇത് പുതിയൊരു തൊട്ടില്ലെന്നൊക്കെ. നമ്മളെവിടെയാ? ഓ ഉറക്കത്തില അമ്മയുടെ അടുത്ത് എത്തണം. നമ്മൾ ദി ലാവൻഡർ ഫാമിൽ എത്തിയിട്ടുണ്ട്. 4 മണിക്ക് ഇത് അടയ്ക്കും. ബട്ട് ലുക്ക് അറ്റ് ദ വ്യൂ. ഓ മൈ ഗാഡ്. എൻ്റെ പൊന്നെ, എനിക്ക് വെല്ലിംഗ്ടൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ലാത്ത വ്യൂ. എവിടെ നോക്കിയാലും വ്യൂ. ആ മലകളൊക്കെ നിൽക്കണമൊക്കെ എൻ്റെ പൊന്നെ. അതിൻ്റെ മുകളിൽ എന്തുവാ അത്? മുകളിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. സിഗ്നലിൻ്റെ എന്തോ സാധനങ്ങളാ തോന്നുന്നു. അടിപൊളി സ്ഥലം. നമ്മൾ ലാവൻഡർ ഫാമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ലാവൻഡർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല അധികം. നോക്കട്ടെ. ബീവർ റാബിറ്റ് ഹോൾസ് എന്ന് വെച്ചാൽ ഇവിടെ കുറേ റാബിറ്റ്സ് ഉണ്ട്. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. ആൾക്കാർ ഇത് പൂക്കളൊക്കെ വെട്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ്രി ചേച്ചി ഇത് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓ വെട്ടിക്കളഞ്ഞതാ, കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ലാവൻഡർ. പക്ഷെ ഒരു സീസൺ കഴിഞ്ഞു തോന്നുന്നു. വെട്ടി ഇതേ പുതിയത് മുളച്ച് വരുന്നു. ഹായ്. പക്ഷെ ഈ വ്യൂ രക്ഷയില്ല. ഇവിടെ ലാവൻഡർ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ. പക്ഷെ ഇതിവിടെ കുറേ വേറെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇതൊരു ചെറിയൊരു കുന്നുംപുറത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ പൂക്കളൊക്കെ വെച്ചിട്ടിങ്ങനെ ഉള്ളൊരു സ്ഥലമാണ്. നല്ല രസമുണ്ട്. പൂക്കളൊക്കെ ഉണ്ട്. എന്ത് പിന്നെ അടിപൊളി കളറ്. എന്ത് ഫ്രഷായിട്ട് നിൽക്കുന്നതൊക്കെ. അയ്യവാ കണ്ടോ? ഇത് കണ്ടോ? നല്ല ഫ്രെയിം, നല്ല രസം.
നിറയെ ഇതൊക്കെ ആയിട്ട്. നല്ല ഈസ്തെറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറേ ഈ പറഞ്ഞ പോലെ കണ്ടോ ബെഞ്ചുകളും കുറേ കസേരകളൊക്കെ ഇട്ടിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും വന്നു കഴിഞ്ഞാൽ. കണ്ടോ ഇത് കരിഞ്ഞു പോയി. ബുബു 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 വെയിലടിക്കണ്ട്. ഇങ്ങനെ വരാം. ബുബു അബുബു അബുബുടെ ബുബു. നമ്മളങ്ങനെ ലാവൻഡർ ഫാം കാണാൻ വന്നിട്ട് ലാവൻഡർ ഒന്നും ഇല്ല. നമ്മൾ തിരിച്ചു പോവാണ് വീട്ടിക്ക് അല്ലേ? കരിഞ്ഞ ലാവൻഡർ. അപ്പൊ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി? അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം ഇനി ബാക്കി. നല്ലൊരു അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തൊരു ദിവസമായിരുന്നു ഇത്. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ അടിപൊളി സൂപ്പർ വീഡിയോസായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.